ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എഴുന്നേറ്റത് എങ്ങോട്ടേക്കാണെന്നല്ലേ? ഞങ്ങൾ ഇന്ന് സ്കോട്ട്ലാൻഡ് പോവാണ് 4 ഡേയ്സ് ട്രിപ്പായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ചായയൊക്കെ കുടിച്ച് പ്രയറൊക്കെ എത്തിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിനാണ് പോയത്. ബസ്സും ട്രെയിനും എടുത്താണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ റെയിൽവേ കയറി ഒരു കോഫി എടുത്ത് ടെർമിനൽ 2 നമുക്ക് ബോർഡിങ്. അപ്പോൾ ബോർഡിങ്ങൊക്കെ ചെയ്തു. എത്ര ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ബോർഡിങ്ങിൻ്റെ ടൈമിലും സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ റയാൻ എയറിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നാക്സും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായി. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 2 hours ഉള്ളൂ ബെർലിനിൽ നിന്ന് എഡിൻബറയിലേക്ക്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്തി. ഞങ്ങൾ ഡയറക്റ്റ് നേരെ തന്നെ പോയത് കാർ റെൻ്റൽസിലേക്കാണ്. കാർ റെൻ്റലിലേക്ക് എല്ലായിടത്തും സിമ്പിളൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റി. നമ്മൾ പറഞ്ഞ കാറായിരുന്നില്ല അവർ തന്നത്. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഈ കാറ് അല്ലെങ്കിൽ വേറെ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ BYD കിട്ടി. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഞെട്ടി, കാരണം കുറച്ചധികം വലുതായി പോയോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായി. നാട്ടിലത്തെ പോലത്തെ റൈറ്റ് സൈഡിലായതുകൊണ്ടും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ ഓക്കെ, ആ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചു. കുറച്ചധികം ഉണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഇറങ്ങണമുണ്ടായില്ല അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും കുറവായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്തു. ഫസ്റ്റ് തന്നെ പോയത് ലുസ്പിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഇവിടെ നിന്ന് ശരിക്കും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല, അതുപോലെ പോകാൻ പ്ലാൻ ഉണ്ടായില്ല. പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു കോഫിയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴികളൊക്കെ ഭയങ്കര രസമാണ്. അത് പിന്നെ പറയാനല്ലോ, സ്കോട്ട്ലാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്ന സ്പോട്ട് ശരിക്കും ലോച്ച് ലോമോണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കയറാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായില്ല, പക്ഷെ പോണ റൂട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നി ഞങ്ങൾ ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര രസമാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എന്ത് ഭംഗി ശരിക്കും ഈ ഫോണിൽ കൂടി കാണുന്ന പോലെയല്ല, ഭയങ്കര രസമാണ് ശരിക്കും നേരിട്ട് കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പാർക്കിങ്ങിന് എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി പോണത് 3 Sisters വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലെനോക്കി. എനിക്ക് ഈ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പോണ വഴി വീണ്ടും പറയാൻ തോന്നുന്നു. ശരിക്കും ഇത് കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫീല് കിട്ടും. ശരിക്കും ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ മൊത്തവും കാണാൻ. ഈ സ്വിറ്റ്സർലാൻഡ് പൊതുവെ എല്ലാവരും പറയുമല്ലോ, എവിടെ ചെന്ന് എങ്ങോട്ട് തിരിഞ്ഞ് ഫ്രെയിം വെച്ചാലും ഭയങ്കര ഭംഗിയാണ്. അതുപോലത്തെ ഒരു സ്പോട്ട് തന്നെയാണ് ശരിക്കും സ്കോട്ട്ലാൻഡും. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ ചെറിയ മഴയും തണുപ്പൊക്കെ വരാൻ തുടങ്ങി, കോട വരാൻ തുടങ്ങി, കാണാൻ കൂടുതൽ ഭംഗി വരായിരുന്നു. ഞങ്ങളങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് കിട്ടണ ഇടയ്ക്കിടയ്ക്കുള്ള സ്പോട്ടിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാണ് 3 Sisters വ്യൂ പോയിൻ്റ്. അവിടെയും കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പയ്യെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ആൾക്കാരെക്കാളും കൂടുതലുള്ളത് ഈ ചെമ്പരിയാടുകളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഓരോ സീനറിയും നല്ല രസമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ 3 ദിവസവും 3 സ്ഥലത്താണ് സ്റ്റേ ചെയ്യണേ. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ഇതാക്കാണ്. നല്ല രസമുള്ളൊരു റൂമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റ് ആയാലും ഓക്കെ ആയിരുന്നു. ഹലോ, എങ്ങനെയുണ്ട് റൂം? അടിപൊളിയാണ്. 2 പേർക്ക് ഹാപ്പിയായിട്ട് നിൽക്കാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുട്ടി ടീ ഏരിയ ഉണ്ട്. നമുക്ക് കെറ്റിലും കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കോഫിയുടെ കുറച്ച് പൗഡറും ഷുഗറൊക്കെ ഉള്ള. പിന്നെ ഒരു ടേബിൾ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു മിറർ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് 2 ചെയറും ഒരു ടേബിളും. പുറത്തേക്കുള്ള വ്യൂ ഇപ്പോൾ കാണാൻ പറ്റണില്ല കേട്ടോ, രാത്രി ആയതുകൊണ്ട്. പിന്നെ ഇത് ബെഡ്. അത്യാവശ്യം വലിയൊരു റൂമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മിറർ വേറെ ഉണ്ട്. പിന്നെ ഇതൊരു കബോർഡാണ്. TV ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ല കേട്ടോ, ചുമ്മാ
ഈ കബോർഡ് ശരിക്കും സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്തേക്കണ ഒരു കബോർഡ് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ബാത്റൂം. നല്ല ബാത്റൂമാണ്, ക്ലീൻ ആയിരുന്നു. ക്ലീൻ ആണല്ലേ? എങ്ങനെ ഉണ്ടാച്ചി? ഇത് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പം ഇന്നത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.